ആത്മഹത്യാ ഭീഷണി മുഴക്കി തിരുവനന്തപുരം വെള്ളനാട് പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു കത്തിയുമായാണ് ആത്മഹത്യാ ഭീഷണി മുഴക്കിയത്. പ്രസിഡന്റ് വെള്ളനാട് ശശിയുമായുള്ള തർക്കമാണ് പ്രകോപനത്തിന് കാരണം. ആദ്യം ചില പ്രതികരണങ്ങൾ. ഈ പ്രസിഡന്റ് എന്നെ ഉത്തരവല്ലാതെ വേറെ ഒന്നുമില്ല. ഈ രണ്ട് മെമ്പർമാര്, ഈ മെമ്പറെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യണമെന്ന് പറ. അങ്ങനെ ഞാൻ ഈ സ്വയം കത്തി ഇവിടെ കണ്ണൂർ പോയി കുറച്ച് അലുവ മേടിച്ചുകൊണ്ട് തന്നെ മുറുക്കി എന്റെ ബാഗിൽ കിടന്ന കത്തി എടുത്ത് ഞാൻ സ്വയം കുത്തിച്ചാവാന്നാണ് വിചാരിച്ചത്. ഞാൻ അങ്ങനെ തന്നെ ചെയ്യുന്നത്. ഈ പ്രസിഡന്റും ഈ രണ്ട് മെമ്പർമാരും കൂടെ ചേർന്നും കൊണ്ട് ഉള്ള പരിപാടിയാണ്. ഈ അലുവ മുറിക്കാൻ വെച്ച കത്തിയുമായി ആത്മഹത്യാശ്രമം നടത്താൻ മാത്രം സെക്രട്ടറിക്കുണ്ടായ പ്രകോപനം എന്താണ്? നമുക്കറിയുന്ന വിവരങ്ങളനുസരിച്ച് ആരാണ് ശരി? സുഹൈലെ, ഏറെ കുറച്ച് ദിവസങ്ങളായിട്ട് തിരുവനന്തപുരം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ സെക്രട്ടറിയും അതുപോലെ തന്നെ വെള്ളനാട് ശശി പ്രസിഡന്റ് തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കം നിലനിൽക്കുന്നുണ്ട്. ഈ സെക്രട്ടറിയുടെ കസ്റ്റഡിയിലുള്ള വാഹനം പ്രസിഡന്റിന് വിട്ടുകൊടുക്കുന്നില്ലെന്ന് പറഞ്ഞാണ് പ്രസിഡന്റ് വലിയ രീതിയിൽ പ്രകോപനം ഉണ്ടാവുകയും വിവിധ ദിവസങ്ങളിൽ സെക്രട്ടറിയും പ്രസിഡന്റും തമ്മിൽ വാക്കേറ്റം ഉണ്ടാവുകയും ഇത് കേസിൽ വരെ കലാശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇന്ന് വൈകുന്നേരത്തോടെയാണ് ചില നാടകീയ സംഭവങ്ങൾ ഉണ്ടാകുന്നത്. പഞ്ചായത്ത് ഓഫീസിൽ സമയം കഴിഞ്ഞ് പുറത്തിറങ്ങാൻ നേരം പഞ്ചായത്ത് സെക്രട്ടറി സിന്ധുവിനെ ഈ പ്രസിഡന്റ് വെള്ളനാട് ശശിയും രണ്ട് വനിതാ അംഗങ്ങളും ചേർന്ന് പൂട്ടിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷം ഈ സെക്രട്ടറി നിലവിളിക്കുന്നതിനെ തുടർന്ന് മറ്റ് സഹപ്രവർത്തകർ ഇവരെ പുറത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ നിരവധി തവണ ഈ പ്രസിഡന്റ് വെള്ളനാട് ശശിയിൽ നിന്ന് ദേഹോപദ്രവം ഉൾപ്പെടെ ഏൽക്കേണ്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഇവർ ആരോപിക്കുന്നത്. പരാതിയൊക്കെ ഇതിൽ നൽകിയിട്ടുണ്ട്. ഇതിൽ മനംതൊന്താണ് ഇവർ മേഖലയിലുണ്ടായിരുന്ന ഒരു കത്തി ഒരു ആൽബം മുറിക്കാൻ വേണ്ടി കൊണ്ടുവന്നെന്നാണ് പറയുന്നത്. ഈ കത്തി എടുത്ത് സ്വയം കുത്തുന്ന ഒരു തരത്തിലേക്ക് ആത്മഹത്യാ ഭീഷണി മുഴക്കുന്നു. തുടർന്ന് സഹപ്രവർത്തകർ ഇവരെ അനുനയിപ്പിച്ച് പുറത്തേക്ക് ഇറക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. നിലവിൽ ഈ വെള്ളനാട് ശശി ഇവര് നിരവധി തവണ ഇത്തരത്തിൽ പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഈ ഒരു സർക്കാർ ജീവനക്കാരി കൂടിയാണ്. ഇവരെ ഇത്തരം രീതിയിലേക്ക് പോയിട്ടുണ്ട്. പോലീസ് ഇടപെട്ടിട്ടുണ്ട്. അതിനുശേഷം ഈ പോലീസ് വന്ന് ഈ വാഹനം കസ്റ്റഡിയിൽ എടുക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. പക്ഷേ വെള്ളനാട് ശശി വനിതാ പോലീസുകാരോടും വളരെ മോശമായി പ്രതികരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ളതാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും ഈ ഒരു ഇടപെടൽ കാരണം വെള്ളനാട് ഗ്രാമപഞ്ചായത്തിൽ ഈ ഭരണ കാര്യങ്ങളിൽ ചില ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് മറ്റ് പഞ്ചായത്ത് കമ്മിറ്റി അംഗങ്ങളെല്ലാം തന്നെ പറയുന്നത്. ഇതിൽ ഉന്നത ഉദ്യോഗസ്ഥർ ആരും തന്നെ നിലവിൽ ഇതുവരെ ഇടപെട്ടിട്ടുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.